ಎಟಿಎಂ ಮಿಷಿನ್ಗೆ ಹಣ ತುಂಬಿಸಲೆಂದು ಬಂದಿದ್ದ ವಾಹನದಿಂದಲೇ ಹಾಡಹಗಲೇ 50 ಲಕ್ಷ ರೂಪಾಯಿ ಹಣವನ್ನ ಖತರ್ನಾಕ್ ಖದೀಮರು ದರೋಡೆಗೈದ ಘಟನೆ ಉಪ್ಪಳಪೇಟೆಯಲ್ಲಿ ನಡೆದಿದೆ. ದರೋಡೆಕೋರರು ವಾಹನದ ಗಾಜನ್ನ ಪುಡಿಗೈದು ಹಣವನ್ನ ಎಗರಿಸಿ ಪರಾರಿಯಾಗಿದ್ದಾರೆ. ವಾಹನದಲ್ಲಿದ್ದ ನೌಕರರು ವಾಹನವನ್ನ ನಿಲ್ಲಿಸಿ ಎಟಿಎಂ ಮೆಷಿನ್ ತೆರೆದು ವಾಹನದಲ್ಲಿದ್ದ ಹಣದ ಬಾಕ್ಸ್ ತೆಗೆದುಕೊಂಡು ಹೋಗಲು ಮರಳಿ ಬಂದ ವೇಳೆ ವಾಹನದ ಗಾಜು ಪುಡಿಯಾಗಿತ್ತು. ಪರಿಶೀಲಿಸಿದಾಗ 50 ಲಕ್ಷ ರೂಪಾಯಿ ಇದ್ದ ಬಾಕ್ಸ್ ನಾಪತ್ತೆಯಾಗಿದೆ. ಮಂಜೇಶ್ವರ ಠಾಣೆಯ ಪೊಲೀಸರು ಸ್ಥಳಕ್ಕೆ ಆಗಮಿಸಿ ತನಿಖೆ ಆರಂಭಿಸಿದ್ದಾರೆ. ವಾಹನದ ಚಾಲಕ ಮತ್ತು ನೌಕರರನ್ನ ವಶಕ್ಕೆ ಪಡೆದು വിചാരണ ನಡೆಸುತ್ತಿದ್ದಾರೆ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് ആക്സിസ് എടിഎമ്മിലേക്ക് പണം നിറക്കാൻ വേണ്ടി അവർ ഏൽപ്പിച്ച സ്വകാര്യ ഏജൻസി ഉപ്പളയിലേക്ക് വന്നത്. അവരുടെ എല്ലാ സെക്യൂരിറ്റി സംവിധാനമുള്ള വാഹനത്തിലാണ് അവർ വന്നിട്ടുള്ളത്. അവരുടെ പണം സൂക്ഷിച്ചു വെക്കുന്ന ആ ലോക്കറിൽ നിന്നും പണം എടുക്കുകയും അവർ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ആ പണത്തിൽ നിന്നും 2 കെട്ട് 50 ലക്ഷം രൂപയുടെ 2 കെട്ടുകളാണ്, നോട്ടുകെട്ടുകളാണ് അവർ ആ സെക്യൂരിറ്റിയിൽ നിന്ന് എടുത്തത്. എടുത്ത് അവരത് സീറ്റിൽ വെച്ച് അതിൽ ഒരു കെട്ട് എടിഎമ്മിലെ കൗണ്ടറിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിറക്കുന്ന സമയത്താണ്, എടിഎമ്മിലേക്ക് ആ എമൗണ്ട് നിക്ഷേപിക്കുന്ന സമയത്താണ് ഇവിടെ ഈ ഒരു വലിയൊരു നാടിനെ നടക്കുന്ന റോബറി നടന്നത്. അതിൻ്റെ അകത്ത് ക്യാമറ ഉണ്ടെങ്കിൽ പോലും അത് വാഹനത്തിൻ്റെ കീ ഓൺ അല്ലാത്തത് കൊണ്ടാണ് ആ ക്യാമറയിൽ ആ റോബറി നടക്കാതെ പോയത്, മോഷണം ചിത്രീകരിക്കാതെ പോയിട്ടുള്ളത്. അവരുടെ 50 ലക്ഷം രൂപയാണ് അതിൻ്റെ ആളുകൾ പറയുന്ന 50 ലക്ഷം രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 2 ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഡ്രൈവറും ഒന്ന് ഉദ്യോഗസ്ഥനും. സാധാരണ രീതിയിൽ ഞങ്ങളൊക്കെ കാണാറുണ്ട്, അവിടെ ഒരു പോലീസ് അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് അത് വരുമ്പോൾ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരില്ല. ഞങ്ങളത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് കാലമായി ഇല്ല എന്ന്, കമ്പനി സ്ഥാപിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ മോഷണത്തിൻ്റെ ദൃക്സാക്ഷികളോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഒരു ആളാണ് ഈ മോഷണം നടത്തിയത്. ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടിട്ടുണ്ട് ഈ പ്രവൃത്തി നടക്കുന്ന സമയത്ത്. അദ്ദേഹം ഇത് മോഷണം എന്നല്ല വിചാരിച്ചത്. അദ്ദേഹം ആദ്യം വിചാരിച്ചത് അവിടെ എന്തൊരു അടി നടക്കുന്നു എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന് ആദ്യം പോയത്. പിന്നീട് ഇവർ പറയുന്ന സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് ആ വണ്ടിയിൽ നിന്നും ആ വണ്ടീൻ്റെ ഡോറിൻ്റെ സൈഡുള്ള ഗ്ലാസ് അടിച്ചു പൊളിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് പണമെടുത്തു പോയത്. കാസർഗോഡ് നിന്ന് മംഗലാപുരം പോകുന്ന സർവീസ് റോഡിലാണ്, ഈ ഉപ്പള ബസ് സ്റ്റാൻഡ് മുമ്പിലുള്ള സർവീസ് റോഡിലാണ് ഈ പ്രശ്നം നടന്നിട്ടുള്ളത്. പിന്നീട് ഈ മോഷണം നടത്തിയ ആൾ മംഗലാപുരം മുതൽ കാസർഗോഡ് പോകുന്ന അപ്പുറത്തെ സർവീസ് റോഡിലേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് ചെയ്തിട്ടുള്ളത്. CCTV ദൃശ്യം ലഭിച്ചിട്ടുണ്ട്, മുഖം വ്യക്തമല്ല.